ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മാങ്ങ ഇട്ട നാടൻ ചെമ്മീൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനുവേണ്ടി ഞാനിവിടെ ഏകദേശം ഒരു 1/2 കിലോ ചെമ്മീൻ ഉണ്ടാവും, അതെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തുകൊണ്ട് വരാം. ഇതൊരു വലിയ ചെമ്മീനാണ്, അതുകൊണ്ട് ക്ലീൻ ചെയ്യാനും എളുപ്പമാണ് കേട്ടോ. അപ്പം നമുക്കിത് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തുകൊണ്ട് വരാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചട്ടിയിൽ ഉപ്പിട്ടിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഓരോ ചെമ്മീൻ വീതം നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിനകത്തേക്ക് ഇടാം. തോടൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിലെ ഞരമ്പൊക്കെ കളഞ്ഞെടുത്ത് നല്ല വൃത്തിക്ക് നമുക്കത് കഴുകിയെടുത്തിട്ട് വരാം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ആവശ്യമുള്ള സാധനം: ഒരു കഷ്ണം ഇഞ്ചി, ഒരു 2 വെളുത്തുള്ളി, ഒരു ചെറിയ ഉള്ളി. കാരണം ഞാൻ ഇപ്പോൾ എടുത്തതിൻ്റെ പകുതി മാത്രമേ കറി വയ്ക്കുന്നുള്ളൂ, ബാക്കി പകുതി ഞാൻ ഫ്രൈ ചെയ്യുവാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഇൻഗ്രീഡിയൻസ് കുറച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് തേങ്ങ വേണം. തേങ്ങ എടുക്കുന്നത് ഒരു 1/4 മുറി തേങ്ങ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിനകത്തേക്ക്. ഇനി ഇതിനകത്തേക്ക് മുളക് പൊടി വേണം. അതിനകത്ത് 1.5 ടീസ്പൂൺ മുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ്, അതുകൊണ്ട് ഞാൻ 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സാധാ മുളക് പൊടിയാണെങ്കിൽ എരിവ് അധികം വേണ്ടെങ്കിൽ സാധാ മുളക് പൊടി 1 ടീസ്പൂൺ എടുത്താൽ മതിയാവും കേട്ടോ. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ അരയ്ക്കുന്ന സമയത്ത് ഉപ്പും കൂടി ഇടുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് നല്ല ഫൈനായിട്ട് അരഞ്ഞു കിട്ടും. അപ്പോൾ ഞാൻ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് ഇനി ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിക്കാം കേട്ടോ. അതായത് തേങ്ങയുടെ മേളിൽ നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിക്കുക. ഒരുപാട് വെള്ളമായി പോയെന്നാൽ നമുക്കിത് അരച്ചെടുക്കുമ്പോഴത്തേക്കും ഫൈനായിട്ട് അരഞ്ഞു വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വെള്ളം എപ്പോഴും ശ്രദ്ധിച്ചൊഴിക്കുക. ഓക്കെ, അപ്പോൾ ഞാനിത് ഇപ്പം നല്ല രീതിയിൽ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് നോക്കാവേ. അപ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വേണം. പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട്. ഈ മാങ്ങയ്ക്ക് അധികം വലിയ പുളിയില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ കഷ്ണം കുടംപുളിയും കൂടി ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് മാങ്ങയ്ക്ക് നല്ല പുളി ഉണ്ടെങ്കിൽ മാങ്ങ മാത്രം ഇട്ടാൽ മതി. ഇനി മാങ്ങ ഇല്ലെന്നുണ്ടെങ്കിൽ കുടംപുളി മാത്രം ആയാലും ഇട്ടാൽ മതി കേട്ടോ. അങ്ങനെ ഇതുണ്ടാക്കാം. ഇനി ഞാൻ ഈ ചെമ്മീൻ എന്താ ചെയ്യുന്നത്, കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ഇതിനകത്ത് പകുതി ചെമ്മീൻ എടുത്തിട്ട് കറി വയ്ക്കാം. അപ്പം ഞാൻ അരപ്പ് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഫൈനായിട്ട് തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഉപ്പിട്ടത് കൊണ്ട് പെട്ടെന്ന് അരഞ്ഞു കിട്ടി ഫൈനായിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇനി മുതൽ അരയ്ക്കുമ്പോൾ ഉപ്പിട്ടൊന്ന് അരച്ച് നോക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ അത് അരഞ്ഞു കിട്ടും. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് കേട്ടോ. കാരണം നമ്മൾ നാടൻ കറിയല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയായിരിക്കും ടേസ്റ്റ് കൂടുതൽ. പിന്നെ ഞാൻ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കടുകിൻ്റെ കൂടെ ഞാനൊരു 3-4 നമ്മുടെ ഉലുവയും കൂടി ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന് വേറെ ഉലുവ പൊടി ചേർക്കാം കേട്ടോ. അപ്പം ഉലുവയുടെ അളവ് കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്താൽ നമ്മുടെ കറിക്ക് കയ്പുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ പൊട്ടിക്കഴിയുമ്പോൾ നമ്മളെ എടുത്ത് വെച്ചിരിക്കുന്ന ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം നമ്മളെ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കുക. അരപ്പൊന്ന് ചെറുതായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവിയാണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് പ്രോൺസേ കറി വയ്ക്കുന്നുള്ളെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ ആ ജാറൊന്ന് കഴുകി ഒരു കുറച്ച് വെള്ളം. അപ്പോൾ ഉപ്പ് നോക്കിയപ്പോഴത്തേക്കും ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മൾ എടുത്ത് വെച്ചിരുന്ന പുളിയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ഇതൊന്ന് ഇവിടെ നിന്ന് തിളക്കട്ടെ. ഇത് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് പ്രോൺസ് ഇടാം കേട്ടോ. അപ്പോൾ ഇത് തിളക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് നിങ്ങളിടുക. ആവശ്യത്തിനുള്ള ഉപ്പ് നിങ്ങളിടുക. പിന്നെ അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് വിനീഗർ, ഒരു 1/4 ടീസ്പൂൺ വിനീഗർ മതിയാകും. വിനീഗറിന് പകരം നാരങ്ങാനീരെടുക്കാം. നാരങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിനീഗർ ചേർക്കുവാണ്. അപ്പം ഇത് ഏകദേശം ഒന്ന് നമ്മൾ ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും, മസാലയൊക്കെ പിടിച്ച്. അപ്പം നോക്കാം നമ്മുടെ കറി എന്തായി എന്ന്. അപ്പം നോക്കിയാൽ നമ്മുടെ അരപ്പക്കത്തെ നല്ല രീതിയിൽ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മണം വരുന്നുണ്ട് ഇപ്പം. കാരണം നമ്മളെ വെളിച്ചെണ്ണയാണല്ലോ വെച്ചത്. അപ്പോൾ അരപ്പൊക്കെ വെന്ത് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു സ്മെല്ല് വരുമല്ലേ. ആ സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. കുടംപുളിയുടെയും ഒക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പ്രോൺസ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 5-8 പ്രോൺസ് മാത്രമേ ഇടുന്നുള്ളൂ. അപ്പം ഞാൻ ആ പ്രോൺസ് എല്ലാം കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പ്രോൺസ് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ആ കൂടെ തന്നെ നമുക്ക് മാങ്ങായും കൂടി ഇടണം. കാരണം പ്രോൺസ് ആകുമ്പോഴത്തേക്ക് അധികം വേവില്ലല്ലോ പ്രോൺസിന്.
അപ്പോൾ ഒരുപാട് കിടന്ന് വെന്താലും അത് റബ്ബർ പോലാകും. അപ്പോൾ ഇതിൻ്റെ ഒപ്പം നമുക്ക് ഈ മാങ്ങായും കൂടി ഇട്ട് കൊടുക്കാം. കാരണം രണ്ടും ഏകദേശം പെട്ടെന്ന് തന്നെ നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും, വെന്ത് കിട്ടുമല്ലോ അതുകൊണ്ട്. അപ്പോൾ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു അടച്ച് വെച്ചിട്ട് ഒരു 6-7 അത്ര മതി, 6-7 മിനിറ്റ് കൂടുതൽ നമ്മൾ വേവിക്കണമെന്നില്ല. ഒരു 6-7 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പം നമുക്കിപ്പോൾ ഇതൊന്ന് മൂടി വെച്ചിട്ട് നോക്കാവേ. ഇപ്പോഴത്തെ മൂടി വെച്ചിട്ട് ഏകദേശം 6-7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നോക്കിയാൽ അത്യാവശ്യത്തിന് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടല്ലേ. അപ്പോൾ എനിക്ക് ഗ്രേവി വേണം. അപ്പോൾ ഗ്രേവി വേണ്ടതുകൊണ്ട് ഞാൻ ഈ സ്റ്റേജിൽ തന്നെ ഓഫ് ചെയ്യുവാണ്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില നല്ല ഫ്രഷ് ആയിട്ടുള്ള, ഇപ്പം ഞാനിപ്പോൾ ഇവിടുന്ന് പറിച്ച കറിവേപ്പില, എൻ്റെ കറിവേപ്പിൽ നിന്ന് പറിച്ചതാണ്. ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നമ്മുടെ പച്ച വെളിച്ചെണ്ണയും കൂടെ. അപ്പോൾ തീ ഓഫ് ചെയ്തിട്ടാണ് ഈ കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയൊക്കെ ഇടുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വയ്ക്കുക. ആ മൂടി വയ്ക്കുമ്പോഴത്തേക്കും ആ വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ ആ സ്മെല്ലും സ്വാദും എല്ലാം നമ്മുടെ കറിയിലേക്ക് പിടിക്കുമ്പോൾ നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ രീതിക്കൊന്ന് പരീക്ഷിച്ച് നോക്കണേ. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ പ്രോൺസ് ഫ്രൈ ചെയ്യാൻ വെക്കാം. അപ്പോൾ അതേ ഞാനൊരു പാനിലേക്ക് എല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഒരു വശം മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പ്രോൺസ് അധികം പെട്ടെന്ന് വെന്ത് കിട്ടും, അതുകൊണ്ട് തന്നെ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാവേ. അപ്പോൾ ഞാൻ എനിക്ക് എല്ലാ പ്രോൺസും വലുതായതുകൊണ്ട് നമുക്ക് തിരിച്ചിടാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ എല്ലാ പ്രോൺസും ഞാൻ നല്ല രീതിയിലൊന്ന് തിരിച്ച് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഇതെല്ലാം നല്ല രീതിയിൽ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഗ്യാസിൽ നിന്ന് താത്ത് വെക്കാം കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണ് ഈ കറിക്കും ഈ ചെമ്മീൻ ഫ്രൈക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.